നമസ്കാരം. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു കമ്പനി സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്ന ഒരു കാര്യമാണ് ഈ കമ്പനി എന്നാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഇൻകോർപ്പറേറ്റ് ഡേറ്റ് എന്നാണെന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ഏകദേശം 10 വർഷം അങ്ങനെ 15 വർഷത്തിന് മുകളിൽ പ്രായമുള്ള കമ്പനികളെ നമ്മളെപ്പോഴും സെലക്ട് ചെയ്യുന്നതിലൊരു കാരണം എന്ന് പറയുന്നത് ആ കമ്പനി വ്യത്യസ്തമായ പരിതസ്ഥിതികളിൽ, അതായത് എക്കണോമിക്കൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പരിതസ്ഥിതികളിൽ വളർന്ന് ബിസിനസ് ചെയ്ത് പരിചയമുള്ള കമ്പനി ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കമ്പനികളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു വല്ലാത്തൊരു സേഫ്റ്റി നമുക്കെല്ലാവർക്കും ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ ഒരു ഘടകത്തിന് വിപരീതമായിട്ടുള്ള കമ്പനികളും നമ്മൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഫുഡ് ഡെലിവറി കമ്പനി, അതായത് സ്വിഗ്ഗി അല്ലെങ്കിൽ സൊമാറ്റോ പോലത്തെ കമ്പനികൾ, അല്ലെങ്കിൽ സെമി കണ്ടക്ടറുമായി ബന്ധപ്പെട്ടുള്ള കമ്പനികൾ, അല്ലെങ്കിൽ ഗ്രീൻ എനർജിയുമായി ബന്ധപ്പെട്ടുള്ള കമ്പനികൾ, ഇത്തരം കമ്പനികൾ, അല്ലെങ്കിൽ സ്റ്റോക്കുമായി ബന്ധപ്പെട്ടുള്ള കമ്പനികൾ. അപ്പോൾ ഇത്തരം കമ്പനികൾ സെലക്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആ കമ്പനിക്ക് വലിയൊരു ഫ്യൂച്ചർ നമ്മൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കമ്പനിയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കമ്പനിയുടെ പേര് ഡ്രോൺ ഡെസ്റ്റിനേഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ ഈ കമ്പനി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള വേറൊരു കാരണം എന്ന് പറയുന്നത് ഡിഫൻസിലെ ഒരു PSU സെക്ടർ അല്ലെങ്കിൽ ഡിഫൻസിലുള്ള അധികാരിമാരായ BEL, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയും ഈ കമ്പനിക്ക് വലിയൊരു ഓർഡർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ കമ്പനിയുടെ ഫ്യൂച്ചർ എന്തൊക്കെയാണ്, അവരുടെ ബിസിനസ് എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കമ്പനിയുടെ പേര് ഡ്രോൺ ഡെസ്റ്റിനേഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. ഈ കമ്പനിയുടെ മെയിനായിട്ട് 4 ബിസിനസ്സാണ് അവർ ഓഫർ ചെയ്യുന്നത്. ഒന്ന്, ഈ ഡ്രോൺ കൊണ്ടുള്ള ട്രെയിനിങ് ആൻഡ് റിക്രിയേഷൻസ്, പിന്നെ അതുപോലെ തന്നെ ഡ്രോൺ സർവീസസ്, അതായത് എല്ലാ കാര്യങ്ങൾക്കും ഡ്രോൺ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾക്ക്, അതുപോലെ തന്നെ റെൻ്റ് ഡ്രോൺ എന്നുള്ള രീതിയിലുള്ളൊരു സർവീസസ് അവർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രോൺ മെയിൻ്റനൻസ്, 4 കാര്യങ്ങളാണ് ഇവർ മെയിനായിട്ട് ഇവരുടെ ബിസിനസ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇവർ മറ്റു 1-2 കാര്യങ്ങളൂടെ അവർ ചെയ്യുന്നുണ്ട്. അതായത് ഈ അഗ്രികൾച്ചർ സെക്ടറുമായി ബന്ധപ്പെട്ടുള്ള ഈ സ്പ്രേ, അതുപോലെ തന്നെ കീടനാശിനികൾ സ്പ്രേ ചെയ്യാനും മറ്റും ഈ കമ്പനി അവരുടെ ഒരു ബിസിനസ് സെഗ്മെൻ്റായിട്ട് അവർ എടുക്കുന്നുണ്ട്. അഗ്രി ഡ്രോൺ സർവീസസ്, അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ സ്പ്രേ സർവീസസ്. അപ്പോൾ അത് UP യിലും മറ്റും ഈ കമ്പനി ഒരുപാട് അവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം ചെയ്യുന്നത്. ഇത് 200 ഡ്രോണുകളും പൈലറ്റ്സും, പിന്നെ അതുപോലെ തന്നെ എക്സിക്യൂട്ടഡ് 2500 അഗ്രികൾച്ചർ ഡ്രോൺ ഡെമോൺസ്ട്രേഷൻ ഇൻ ഉത്തർപ്രദേശ് ടു പുഷ് അഗ്രികൾച്ചർ ഡ്രോൺ അഡോപ്ഷൻ ഇൻ റൂറൽ ഇന്ത്യ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ഗവൺമെൻറ്റിൻ്റെ വലിയൊരു സഹായം കൂടെ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതായത് അഗ്രികൾച്ചർ സെക്ടേഴ്സിനെ ഒരു നൂതനവൽക്കരിക്കുന്നതിൽ ഗവൺമെൻറ് വളരെയധികം ശ്രദ്ധാലുവാണ് എന്നുള്ള കാര്യം കൂടെ ആണ് ഇതിൽ അറിയാനുള്ളത് എന്ന് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ മറ്റു 1-2 കാര്യങ്ങൾ, അവരുടെ ക്ലയൻസ് ആരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ റിലയൻസ്, ടാറ്റ, എയർബസ്, ITC, ഇഫ്കോ, അതുപോലെ തന്നെ ആദിത്യ ബിർള ഗ്രൂപ്പ്, ബയർ എക്സൽ, ഇതെല്ലാം അവരുടെ ക്ലയൻറ്റ് സർക്യൂട്ടിലുള്ള കമ്പനികളാണെന്ന് കാണാൻ പറ്റും. പിന്നെ അവരുടെ സ്റ്റേറ്റ് കൊളാബറേഷൻസ് ചെയ്തിരിക്കുന്ന ഹരിയാന, ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ്, ബീഹാർ, ഗുജറാത്ത്, കർണാടക, അരുണാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശ്, ഇത്തരം സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ട് അവർ വലിയൊരു തരത്തിലുള്ളൊരു കൊളാബറേഷൻസ് അവർക്ക് ഉണ്ടെന്ന് കാണാൻ പറ്റും. ഇനി ഇവരുടെ മറ്റൊരു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവരുടെ ഓർഡർ ബുക്കാണ്. അവർക്ക് ഏകദേശം അവർ പ്ലാൻ ചെയ്യുന്ന അവരുടെ ഇതെന്ന് പറയുന്നത് അടുത്ത ഒരു 2027 ആകുമ്പോഴേക്കും 150 ഡ്രോൺ ഹബ്സ് ഇൻ ഇന്ത്യ, അതുപോലെ തന്നെ 25+ ഡ്രോൺ ഹബ്സ് ഇൻ്റർനാഷണലി ഒക്കെയാണ് ഈ കമ്പനി പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ വലിയ വലിയ ഓർഡർ ബുക്കുകൾ അവർ കിട്ടിയിരുന്നു. അതിൻ്റെ ഒരു എക്സാമ്പിൾസാണ് നമ്മൾ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയിൽ നിന്ന് അവർക്ക് കിട്ടിയ ഓർഡർ എന്ന് പറയുന്നത്. ഇനി ഇവരുടെ ജസ്റ്റ് ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളോടെ നമുക്ക് പോവാം. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 480 കോടി രൂപയാണ്. വളരെ ചെറിയ കമ്പനിയാണ്. കറണ്ട് പ്രൈസ് 198 രൂപയാണ്. ഹൈ 462 രൂപയിൽ നിന്ന് വന്നിട്ടാണ് ഇപ്പോൾ 498 രൂപയിൽ നിന്ന് വന്നു എന്ന് പറയുന്നത്. ഇന്ന് 30 ഡിസംബർ 2024 4.99% ഒരു റാലി ഈ ഒരു കമ്പനിയിൽ കാണുന്നുണ്ട്. ഇന്ന് ഷെയർ മാർക്കറ്റ് എത്രത്തോളം ഡൗൺ എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഇനി ഇവരുടെ PE എന്ന് പറയുന്നത് ഇൻഡസ്ട്രി PEയുടെ 59 ആണ്. സ്റ്റോക്ക് PE 62%, ഇൻഡസ്ട്രി PEയുടെ കുറച്ച് മുകളിലാണെന്ന് കാണാൻ പറ്റും. കുറച്ച് ഓവർ വാല്യൂഷൻസ് ആണ്. അതുപോലെ തന്നെ ROC 23.3%, ROE 17.9%, ഓൾമോസ്റ്റ് എന്താ പറയുക, നമുക്ക് മോശമല്ല എന്ന് അറിയാൻ പറ്റും. ഇനി ഇവരുടെ പ്ലെഡ്ജ് ചെയ്തിട്ടില്ല എന്ന് അറിയാം. പ്രൊമോട്ടർ ഹോൾഡിംഗ് 61.1%,
30% ആണെന്ന് അറിയാം. പ്രൈസ് ടു ഏർണിംഗ് പ്രീ റേഷ്യോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. ഇനി ഇത് അവരുടെ ഗ്രാഫാണ്. 2 ദിവസം കൊണ്ട് ഒരു ചെറിയ റാലി ഇതിന് സംഭവിച്ചു. 26 ഡിസംബറിന് 179 ഇരുന്നത് ഇപ്പോൾ അത് 197 എത്തിയിരിക്കുന്നു കാണാൻ പറ്റും. ഓൾമോസ്റ്റ് 10% കൂടിയിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ജസ്റ്റ് അവർ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് 2023 ക്വാർട്ടർലി റിസൾട്ട്സ് 4 ക്വാർട്ടർ മാത്രമേ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളൂ. ഈ 4 ക്വാർട്ടറിലും അവർ സെപ്റ്റംബർ 2024 13.83 കോടി രൂപയുടെ സെയിൽസ് ഉണ്ടായിരുന്നു. അത് 2023 5.48 കോടിയാണെന്ന് കാണാൻ പറ്റും. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വളരെ ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റാണ്. 34, 42, 35% ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ അവർ കാണുന്നത്. നെറ്റ് പ്രോഫിറ്റ് 1.02 ആണ് ഈ ക്വാർട്ടറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഇയർലി ബേസിസ് നോക്കുമ്പോൾ സെയിൽസ് ഗ്രാജുവലായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 40.18 ആണ് TTM, അതായത് ട്രെയിലിംഗ് 12 മന്ത് എന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 16.03, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റാണ്. അതായത് 39% അവർക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഉണ്ടെന്ന് കാണാൻ പറ്റും. അത് 100 രൂപയുടെ സെയിൽസ് നടക്കുമ്പോൾ 39% രൂപയും പ്രോഫിറ്റ് ആവുന്നതെന്ന് പറയുന്നത് വലിയൊരു സംഖ്യയാണെന്ന് കാണാൻ പറ്റും. ഇനി ടാക്സ് അവർ ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ അടയ്ക്കുന്നുണ്ട്. 25% ടാക്സ് അവർ ഓരോ ഇയർലി അടയ്ക്കുന്നുണ്ടെന്ന് കാണാൻ പറ്റും. നെറ്റ് പ്രോഫിറ്റ് ഇപ്പോൾ ഏറ്റവും ഹയസ്റ്റ് ആണ് അവർ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. 7.71 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് ആണെന്ന് കാണാൻ പറ്റും. ഇനി ഇവരുടെ കോമ്പൗണ്ട് സെയിൽസ് ഗ്രോത്തും കോമ്പൗണ്ട് പ്രോഫിറ്റ് ഗ്രോത്തും എല്ലാം വളരെയധികം ഇമ്പ്രൂവ്ഡ് ആണ്. കറണ്ട് 3 ഇയേഴ്സ് നോക്കുമ്പോൾ 334%, അതുപോലെ തന്നെ പ്രോഫിറ്റ് ഗ്രോത്ത് 424% അപ്പാണ് അവർക്ക് സംഭവിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്നത്. ഇനി ഇവരുടെ ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് ആണ്. പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ 61% ആണ്. FII 1.22 ആണ്. സ്ലൈറ്റ്ലി അവർ കുറച്ചിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. DII 0 ആണ്. അതുപോലെ തന്നെ ബാക്കി 37.5% അവരുടെ പബ്ലിക്കിൻ്റെ കയ്യിലാണെന്ന് കാണാൻ പറ്റും. അതുതന്നെ വിനീത ഗുലാനി, രാജേഷ് കുമാർ ഗുഗ്ലാനി ഇത് അവരുടെ ഓണേഴ്സ് ആയിരിക്കാനാണ് സാധ്യത ഒരുപക്ഷെ. ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് കാണുന്നത്. ഈ കമ്പനിയുടെ ജസ്റ്റ് ഒരു കമ്പനിക്ക് ഉള്ളൊരു ബിസിനസ് ഹൈലി വോളറ്റൈൽ ആണ്. അതുകൊണ്ട് തന്നെ ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല, ഒരു ഇൻഫോർമേഷന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ എന്നുകൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്.